ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ അമേസിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ZX വേരിയന്റ് ആണ്. 67,000 രൂപ വരെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ ഓഫർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷം എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്, ഈ സെഗ്മെന്റിൽ വേറൊരു വാഹനവുമായ ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അമേസ് കൺസിഡർ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ അമേസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ZX വേരിയന്റ് ആണ്. അമേസിലെ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് VX വേരിയന്റിനെയാണ്. ആ ഒരു ബഡ്ജറ്റിന് അത് പക്ക വെർത്തായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അമേസിൽ കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സ് വേണം, അഡാസ് ലെവൽ 2ന്റെ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ ZX വേരിയന്റ് ആണ്. അതുപോലെ തന്നെ സെഗ്മെന്റിൽ കോമ്പറ്റീറ്റർ ആയ നമ്മളുടെ ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേസിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അഡാസ് ലെവൽ 2ന്റെ ഫീച്ചേഴ്സ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ട്, ഈ വാഹനത്തിൽ നമുക്ക് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അമേസിൽ നമുക്ക് ഒരു CVT ഗിയർ ബോക്സുമായിട്ടാണ് ആ എഞ്ചിൻ പെയർ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഡിസയറിലേക്ക് പോയി കഴിഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിനാണ്, അത് AMT ആണ്. അത്യാവശ്യം ലാഗ് ഉണ്ട്, വൈബ്രേഷൻസ് കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ലാഗ് ഫ്രീ ആയിട്ടുള്ളൊരു വാഹനം വേണം, ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമേസിലേക്ക് പോവാം. പുതിയ അമേസിന്റെ ലുക്ക് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു ലുക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റോഡ് പ്രസൻസ് തരുന്ന ഒരു ലുക്ക് തന്നെയാണ് അമേസിന് വരുന്നത്. അമേസ് ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫീച്ചേഴ്സിൽ മാത്രമാണ് ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഗ്രില്ല് കാണാം. അത് തന്നെയാണ് അമേസിന് ആ ഒരു മാച്ചോ ലുക്ക് തരുന്നത്. ടോപ്പിലായിട്ട് നമുക്കിപ്പോൾ സിഗ്നേച്ചറായിട്ട് വരുന്ന ഒരു ക്രോം ഇൻസൈറ്റ് കാണാനായിട്ട് ഇവിടെ നടുക്ക് വലിയ ലോഗോ. ആ ഫ്രണ്ടിലെ ഗ്രില്ല് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് ഡ്യുവൽ സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് DRL കാണാം. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഫോഗ് ലൈറ്റിൻ്റെ പോർഷൻസിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലൊരു ഡിസൈൻ എലമെൻറ്റും കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ്. 172 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മളുടെ ഡിസൈറിനാണെങ്കിൽ 163 വരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ളൊരു വാഹനവും നമ്മളുടെ അമേസാണ്. എനിക്കിപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഡിസൈറിനേക്കാളും ഒരു പൊടിക്കിഷ്ടം അമേസിനോട് തന്നെയാണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് അഡാസ് ലെവൽ 2 വരുന്നത് കൊണ്ട് അഡാസ് ലെവൽ 2ന്റെ ക്യാമറ കാര്യങ്ങൾ നമുക്ക് ടോപ്പിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അത് നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കും. നമ്മുടെ സിറ്റിയുടെ ഇൻസ്പയർഡ് അലോയ്സ് എന്നൊക്കെ പറയാം. പഴയ സിറ്റിയുടെ 185 60R15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. വേറെ വശങ്ങളിൽ വേറെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്ത് അലമ്പാക്കിയിട്ടില്ല. പക്ക ഒരു ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു റെഡ് കളറാണ്, അത്യാവശ്യം ഇറങ്ങുന്ന ഒരു കളറും ഈ ഒരു റെഡ് കളർ തന്നെയാണ്. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ക്രോം ഫിനിഷോട് തന്നെ കൊടുത്തിരിക്കുന്നു. റിക്കോ സെൻസർ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമ്മുടെ B പില്ലറും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് സൺ റൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മളുടെ പുതിയ ഡിസയറിൽ സൺ റൂഫ് അഡീഷണലി വന്നിട്ടുണ്ട്. സൺ റൂഫ് ഒന്നുമില്ല. ബാക്കിൽ ഷാർപ്പൻ ആൻറ്റിന കാണാം. ഇപ്പോൾ പലരും സൺ റൂഫൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേസിന് വീൽ ബേസ് കൂടുതലാണ്. അമേസിന് നമുക്ക് 2470 mm വീൽ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസ് ഉണ്ട്. ഡിസയറിന് 2450 mm മാത്രമാണ് വീൽ ബേസ് വരുന്നത്. ഓവറോൾ ലെങ്ത് 3995 രണ്ട് വാഹനത്തിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ സിറ്റിയുടെ അല്ലെങ്കിൽ പുതിയ സിറ്റിയുടെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഇപ്പോൾ അമേസ് തരുന്നത്. അതിന് പ്രധാന കാരണം ആ LED ടെയിൽ ലൈറ്റ് തന്നെയാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ D4 ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് പറ്റും. ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് ആണ്. അമേസ് IVTEC വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. ടെയിൽ ലൈറ്റ് നമുക്ക് ഇതൊരു LED കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനാണ്. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലും വേറെ ക്ലാഡിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്ത് വൃത്തിയേടാക്കിയിട്ടില്ല. കാണാൻ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 416 ലിറ്ററാണ് അമേസിന്റെ ബൂട്ട് സ്പേസ്. ഡിസയറിൽ 382 ഉള്ളൂ. അത് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് അമേസിലാണ് ലഭിക്കുന്നത്. ഒരു ബൂട്ട് ലാമ്പ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സ്പെയർ വീൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്.
വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അഡാസ് ലെവൽ 2 വരുന്നത് കൊണ്ട് ഒരു ലൈൻ വാച്ച് ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വേറെ 360 ക്യാമറ കാര്യങ്ങളൊന്നും ഈ ടോപ്പ് എൻഡിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ആകെ വരുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറയും ലൈൻ വാച്ച് ക്യാമറയും മാത്രമാണ്. നിങ്ങൾക്ക് 360 ക്യാമറ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ഈ സെയിം സിസ്റ്റത്തിലേക്ക് തന്നെ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അകത്തുനിന്നുള്ള മാറ്റങ്ങളൊന്നും നോക്കാം. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഒരു ബെയ്ജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ടൂട്ടേഴ്സ്, സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ്, ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഒരു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കോർണറിലായിട്ട് വരുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. അമേസ് ZX വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയറാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പ്രീമിയം ഫീൽ കിട്ടാനുള്ള കാരണം ഇവിടുത്തെ ഒരു സിൽവർ ആൻഡ് ഒരു ബേജ് ഫിനിഷ് കളർ ടോൺ കാര്യങ്ങളാണ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു റൗണ്ടഡ് സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും, വലതുവശത്ത് അഡാസ് ആൻഡ് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ ക്രൂസ് കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. പാഡ് ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത് തന്നെയാണ് നമുക്ക് RPM മീറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, കിലോമീറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കാണാം. അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് സെറ്റിങ്സ്, ഡിസ്പ്ലേ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ തന്നെയാണ്. ഒരു HD ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ എന്ന് തന്നെ പറയാം. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് സ്ട്രൈറ്റ് അവേ കുറയ്ക്കാനായിട്ടുള്ള ഫീച്ചർ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കാണാനായിട്ട് പറ്റും. ആ ക്യാമറയുടെ സെറ്റിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 3 ഓപ്ഷൻസ്, അതായത് താഴെ കാണുന്ന ഒരു ഒബ്ജക്റ്റ്, പിന്നെ ഫുൾ ബാക്ക് കാണാനും, പിന്നെ ഒരു വൈഡായിട്ട് ബാക്ക് കാണാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അഡാസ് ലെവൽ 2 ഉള്ളത് കൊണ്ട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ കാണാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വശത്തെ ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ആ ക്യാമറ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്നതും കാണാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ എന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് പറയാം. 4 സ്പീക്കർ, 2 ട്രൂട്ടോടും കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. നല്ല രസമാണ് പാട്ട് കാര്യങ്ങൾ കേൾക്കാൻ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാണാം. എന്നൊരു ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഇവിടെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു Type-C 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു Type-C ചാർജിങ് പോർട്ട് കാണാം. പിന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിന് താഴെ ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ CVT ഗിയർ ലെവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് ഇതിനകത്ത് വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്, ലൈറ്റ് കാര്യങ്ങൾ വരുന്നില്ല. സെൻറ്ററിലുള്ള റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR-VMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാം. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് കാണാം വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്തിട്ട് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ചെയ്യാൻ വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
അമേസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിൽ സേഫസ്റ്റ് കാറാണ് അമേസ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗാണ് കിട്ടിയിരിക്കുന്നത്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ ADAS ലെവൽ 2 പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും അമേസിൽ വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷൻസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. CNG ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 1.2 ലിറ്റർ IVTEC 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 89 HP പവറും 110 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ. മൈലേജാണ് 19 കമ്പനി ക്ലെയിം ചെയ്യുന്നത്, 19.46. റിയൽ ലൈഫിലൊരു 14-നും 16-നും ഇടയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡിസൈറിൽ അവർ പറയുന്നത് കൂടുതൽ മൈലേജ് 25 കിട്ടുമെന്നാണ്. CNGക്ക് 33 വരെയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. CNG എടുക്കുന്നവർക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഡിസൈറിൻ്റെ പെട്രോൾ ഉപയോഗിക്കുന്നവർക്ക് മൈലേജ് കിട്ടുന്നത് ഒരു 16-17 റേഞ്ചിൽ തന്നെയാണ്. 25-നടുത്ത് മൈലേജ് ഒന്നും ആർക്കും ലഭിക്കുന്നില്ല. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 67,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഓഫർ ഓരോ വേരിയൻറ്റുകൾക്കും ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് മാനുവലിനാണ് 67,000 രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 15,000 രൂപ, എക്സ്ചേഞ്ച് ബോണസായിട്ട് 15,000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വീലർ ലോയൽറ്റി എന്നും പറഞ്ഞ് 10,000 രൂപ കൊടുക്കുന്നുണ്ട്. ഹോണ്ടയുടെ ഏതെങ്കിലും 2 വീലർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമേസിലേക്ക് മാറുമ്പോൾ 10,000 രൂപ ഓഫർ ലഭിക്കും. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 13,000, എക്സ്റ്റൻഡഡ് വാറൻറ്റിയിൽ 14,000 രൂപയുടെ ഡിസ്കൗണ്ട്. അങ്ങനെയാണ് മൊത്തം 67,000 രൂപ വരെ ഓഫർ കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് V മാനുവൽ വേരിയൻ്റ് ആണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതും CVT ആണ് കൊടുത്തിരിക്കുന്നത്. V മാനുവൽ വേരിയൻറ്റ് 9,12,000 രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ CVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,45. എനിക്ക് തോന്നുന്നു ഡിസൈറിൻ്റെ VXi ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസാണ്. അത് വെച്ച് നോക്കുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇനി VX ആണ് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. VX മാനുവലിന് 10,29, VX ഓട്ടോമാറ്റിക് 11,15. VX വേരിയൻറ്റ് പക്ക വെർത്തായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ആകെ വരുന്നൊരു ഡിഫറൻസ്, ക്രൂസ് കൺട്രോൾ വരുന്നില്ല, ADAS വരുന്നില്ല, ഡോർ ഹാൻഡിൽസ് ക്രോം അല്ല. ആ ഒരു മെയിൻ ഡിഫറൻസ്, 3 ഡിഫറൻസേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ വാഹനത്തിന് സിമിലറായിട്ട് തന്നെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ലുക്കും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും ഒക്കെ സിമിലറാണ്. അപ്പോൾ ADAS വേണ്ട, കുറച്ച് ബഡ്ജറ്റ് കുറവുള്ള ഒരു വാഹനം വേണമെങ്കിൽ അതിനകത്തേക്ക് പോകാം. പക്ഷേ 85,000 രൂപയും കൂടുതൽ കൊടുത്താൽ ADAS കിട്ടും. അത് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. ക്രൂസ് കൺട്രോളും ലഭിക്കുന്നുണ്ട്. ഇനി ടോപ്പ് എൻഡ് വേരിയൻറ്റ് നിങ്ങളീ കാണുന്ന ZX, ഇതിൻ്റെ മാനുവൽ ആണെങ്കിൽ 11,15, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12 ലക്ഷം രൂപയും. ഇതാണ് അമേസിൻ്റെ പ്രൈസ്. അധികം കൺഫ്യൂസിംഗ് ഒന്നുമില്ല. 3 വേരിയൻറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഫീച്ചേഴ്സിനനുസരിച്ച് വേരിയൻറ്റ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ VX ആണെങ്കിൽ നമുക്ക് പുറത്തൊരു സിൽവർ കളർ അലോയ്സ് ആണ്, ഇതിൽ ഡയമണ്ട് കട്ടാണ്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ശരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിഷൻ ഹോണ്ടയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അമേസ് എന്നല്ല, പുതിയ സിറ്റിയോ എലവേറ്റോ ഹോണ്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.